ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാവം ദോശയാണ്, നീർദോശ. മാംഗ്ലൂരിൻ്റെ സ്പെഷ്യലാണ് നീർദോശ. മാംഗ്ലൂരുകാരുടെയാണ് ഈ നീർദോശ എന്ന് പറയുന്നത്. മാവ് പുളിപ്പിക്കേണ്ട, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. പച്ചടിയും തേങ്ങയും മാത്രം മതി നമുക്ക് ഈ നീർദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് മാംഗ്ലൂരിൻ്റെ സ്പെഷ്യൽ നീർദോശ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഈ ദോശയോടൊപ്പം ഏത് കറി വേണമെങ്കിലും യൂസ് ചെയ്യാം. കറി, ചട്നി, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന തക്കാളി ചട്നി ഒക്കെ നമുക്ക്, ഉള്ളിയും മുളകും ഒക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. ഈവൻ ചിക്കൻ കറി എല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ പോകുന്ന ഒരു പാവം ദോശയാണ്. അപ്പോൾ എങ്ങനെയാണ് നീർദോശ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് നീർദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നീർദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചരി എടുത്ത് വെച്ചിട്ടുണ്ട്. 2 കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർത്ത് എടുത്തു വെച്ചതാണ്. വെള്ളം സ്ട്രെയിൻ ചെയ്ത് കളഞ്ഞാണ്, നന്നായി കഴുകിയിട്ട് സ്ട്രെയിൻ ചെയ്ത് കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഏത് പച്ചരി വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. വെള്ള പച്ചരി ആണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതിന് ചെറിയൊരു, നമ്മുടെ നീർദോശയ്ക്ക് ചെറിയൊരു ഡിഫറൻസ് വരും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെമ്പാ പച്ചരിയില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 2 കപ്പുണ്ട് പച്ചരി. ഇപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായി അരച്ചെടുക്കണം. ഓക്കെ, ഇപ്പോൾ മിക്സിയിലാണ് നമ്മൾ അരയ്ക്കാൻ പോകുന്നത്, അതുകൊണ്ട് കുറച്ച് കുറച്ചിട്ടിട്ട് അരച്ചെടുക്കുക. നീർദോശയുടെ ബാറ്റർ എപ്പോഴും തിന്നായിരിക്കും, പക്ഷെ നമുക്ക് അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാം. പിന്നീട് ഡൈല്യൂട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഞാൻ നന്നായി അരച്ചെടുക്കാൻ പോവാണ്. അരച്ചിട്ട് ഒട്ടും തരി പാടില്ല, നന്നായി അരച്ചെടുക്കുക. വെള്ളം പോരെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായി അരച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നന്നായി അരഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. കണ്ടോ, നല്ല തിന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതേമാതിരി തന്നെ ബാക്കിയുള്ള മാവും അരച്ചെടുക്കണം. പക്ഷേ ഇനി ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം അരയ്ക്കുന്ന സമയത്ത് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നീർദോശയ്ക്ക് തേങ്ങ വേണം. അപ്പം ബാക്കിയുള്ള അരിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, പച്ചരിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഏകദേശം 2 കപ്പ് പച്ചരിയല്ലേ നമ്മളെടുത്തത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് 1 കപ്പ് ചിരകിയ തേങ്ങയാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം 1 കപ്പ് വരണ പോലെ ഞാൻ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 1 കപ്പ് വരണ പോലെ തേങ്ങയും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇത് പിങ്ക് ഹിമാലയൻ സോൾട്ടാണ് കേട്ടോ, സാധാരണ ഉപ്പല്ല. അപ്പോൾ സാധാരണ ഉപ്പാണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ല, അരച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ആഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പം മുഴുവൻ അരച്ചിട്ട് നമുക്ക് നീർദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇതാ ബാറ്റർ നല്ല തിന്നാക്കിയിട്ട് കണ്ടോ, ഇത്ര വെള്ളം പോലെയാണ് അരച്ചിരിക്കുന്നത് കണ്ടോ. ഇതുപോലെ വേണം നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ചെമ്പാ പച്ചരി ആയതുകൊണ്ടാണ് കുറച്ച് ലൈറ്റ് പിങ്ക് ഷെയ്ഡിലിരിക്കുന്നത്. വെള്ളപ്പച്ചരി ആണെങ്കിൽ കുറച്ചുകൂടി വൈറ്റ് ബാറ്റർ ആയിരിക്കും. ദോശയും നല്ല വൈറ്റ് കളറിൽ വരും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ഒന്നല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൽ ചുട്ടെടുക്കാം. ഞാനെപ്പോഴും ഇരുമ്പാണ്, ദോശക്കല്ലാണ് പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ റവ ദോശയൊക്കെ ഉണ്ടാക്കുന്ന മാതിരി നിറയെ കുത്തു വരും, നിറയെ ഓട്ട വരും ഈ ദോശയിൽ. ചുട്ടെടുക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പ് കത്തിക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ ഓൾറെഡി ഉണ്ടാക്കാൻ തുടങ്ങി നീർദോശ. ഒന്നല്ലെങ്കിൽ ഇരുമ്പിൽ ചെയ്യാം, ഇരുമ്പിൻ്റെ ദോശക്കല്ലിൽ ചെയ്യാം. പക്ഷേ എൻ്റെ ഇരുമ്പിൻ്റെ ദോശക്കല്ല് ഭയങ്കര വലുതാണ്. അപ്പോൾ എല്ലാവിടേക്കും ചൂട് കറക്റ്റ് എത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ കാണിച്ചു തരാം. പാൻ നല്ല ചൂടായിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് അതേപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, ഒരു കുഞ്ഞ് ബൗൾ വെച്ചിട്ടുണ്ട് കോരി ഒഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ റവ ദോശയൊക്കെ ഉണ്ടാക്കുന്ന മാതിരി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പാതി നിറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പിടിയുണ്ട്. അപ്പോൾ ഞാൻ ചരിച്ച് വെച്ചിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്.
കണ്ടോ? ഇനി ബാക്കിയുള്ള ഭാഗങ്ങളൊന്ന് ഫില്ല് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. നല്ല കുറച്ച് കഴിഞ്ഞാൽ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ വിട്ട് വരും. അപ്പോൾ നമുക്ക് എടുത്ത് മടക്കി എടുക്കാവുന്നതേ ഉള്ളൂ. തിരിച്ചൊന്നും ഇടണ്ട, അത് പെട്ടെന്ന് കുക്കാവും. കാരണം തിന്നായിട്ടുള്ള ദോശയാണത്, നീർദോശ. അപ്പോൾ ഓൾറെഡി ഞാൻ കുറച്ച് 2-3 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്നാവട്ടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് മെല്ലെ വിട്ട് വരും. കണ്ടോ? ഇതിൽ ആ റവ ദോശ മാതിരി തന്നെ ബബിൾസ് വരണം. കണ്ടോ? ബാറ്റർ അത്ര തിന്നാട്ടോ, ഒരുപാട് തിന്നായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കുത്തുകുത്തായി വരുന്നത്. റവ ദോശ മാതിരി തന്നെ നല്ല ടേസ്റ്റി ദോശയാണ്. ഇതിൻ്റെ ഒപ്പം ഞാൻ നേരത്തെ കാണിച്ച ഉള്ളി മുളകും പോവും, നല്ല അടിപൊളി തക്കാളി ചട്നി പോവും, നല്ല സ്പൈസി ആയിട്ടുള്ള കറികളൊക്കെ പോകും കേട്ടോ ഇതിൻ്റെ ഒപ്പം. ഈവൻ വേണമെങ്കിൽ മുട്ടക്കറി പോലും ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ ചിക്കൻ കറി ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യാം, ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം കണ്ടോ? സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് തീ കുറച്ചിട്ട് കൈ കൊണ്ട് തന്നെ മടക്കി, അത്രയേ ഉള്ളൂ. നമ്മുടെ ആദ്യത്തെ നീർദോശ റെഡിയായി. ഞാൻ ഓൾറെഡി 2-3 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ ആദ്യത്തെ റെഡിയായി. അപ്പോൾ ഇതാ നമ്മുടെ നീർദോശ റെഡി ആയിട്ടുണ്ട്. എന്താ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ബാറ്റർ മാത്രം ശ്രദ്ധിച്ചാൽ മതി, കുറച്ച് തിന്നായിട്ട് ഒഴിച്ച് വെച്ചാൽ മതി. നല്ലോണം തിന്നാണ് ബാറ്റർ, അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതുപോലെ എന്തായാലും നീർദോശ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.